പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല. തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ടുവേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ശബരിമല ദർശനത്തിനെത്തിയവരുടെ എണ്ണം 30 ലക്ഷം പിന്നിട്ടു. ഡിസംബർ 25 വരെയുള്ള കണക്കനുസരിച്ച് 30,532 പേരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ സീസണിൽ ഡിസംബർ 23 തന്നെ തീർത്ഥാടകരുടെ എണ്ണം 30 ലക്ഷം പിന്നിട്ടിരുന്നു. 2024 ഡിസംബർ 25 വരെ 32,49,756 പേരാണ് ദർശനം നടത്തിയത്. ഈ വർഷം സീസണിന്റെ ആരംഭത്തിൽ തന്നെ ഭക്തരുടെ അത്ഭുതകരമായ തിരക്കിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിംഗിലും കർശന നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു. ഇക്കുറി ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തെത്തിയത് നട തുറന്ന 4 ദിവസം പിന്നിട്ട നവംബർ 19-നാണ്. 1,02,299 പേർ. ഏറ്റവും കുറവ് പേർ എത്തിയതാകട്ടെ ഡിസംബർ 12-നും 49,738 പേർ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അവധി ദിവസമായ ഞായറാഴ്ചകളിൽ തിരക്ക് കുറവായിരുന്നു. ഈ ഞായറാഴ്ച 61,576 പേർ ദർശനത്തിനെത്തി. ബാക്കി ദിവസങ്ങൾ 80,000-ന് മുകളിൽ ഭക്തരെത്തി. മണ്ഡലപൂജയോടനുബന്ധിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴി ഭക്തരെ അനുവദിക്കുന്നത് യഥാക്രമം 30,000, 35,000 എന്നിങ്ങനെ ചുരുക്കി. സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി മെച്ചപ്പെടുത്തി. തങ്കയങ്കി ഘോഷയാത്രയെ ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ മുതൽ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 9 വരെയുള്ള കണക്കനുസരിച്ച് 22,039 പേർ ദർശനം നടത്തി. ഇടുക്കി വിഷൻ, സന്നിധാനം. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല. തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ടുവേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.